ഹായ് ഹലോ. ഇപ്പൊ നമ്മുടെ പൈത്തൺ ഡാറ്റ കളക്ഷൻസിലെ എന്തൊക്കെയാ നമ്മളിപ്പോൾ കവർ ചെയ്തത്? ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്സ് അല്ലെ? ഇനി ലാസ്റ്റ് പാർട്ടാണ് വരുന്നത് ഡിക്ഷണറി. ഓക്കെ, ഈ ഡിക്ഷണറിയും കൂടി എടുത്താൽ നമ്മുടെ ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വൈസ് സപ്പോർട്ട് തരുന്നുണ്ട്. പക്ഷെ കമന്റ്സിലൊന്നും യാതൊരു അനക്കവും കാണുന്നില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ ക്ലാസ് എന്ന് അറിയില്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞ കേട്ടോ. ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് പൊടിക്ക് മനസ്സിലായാലേ ഡൗട്ട് വരുള്ളൂ അല്ലേ? ചിലപ്പോൾ അങ്ങനെയാവും. എനിവേസ് നമുക്ക് ഇന്നത്തെ ഡിക്ഷണറി ക്ലാസ്സും കൂടി കണ്ടു നോക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പൈത്തൺ കളക്ഷനിലെ എന്താ ഡാറ്റ ടൈപ്പ് ഡിക്ഷണറി ആണ്. ഓക്കെ, അപ്പോൾ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മൈ ബി യുണീക്ക് അല്ലെ? യുണീക്ക് വാല്യൂസ് ആയിരിക്കണം. പിന്നെ ആക്സസ് ചെയ്യുന്നത് കീസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് അതെങ്ങനെയാ? സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യും. പിന്നെ ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്ഷണറിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് ഡിക്ഷണറിയുടെ കീസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. പിന്നെ സെയിം നെയിം നമ്മൾ കീ ആയിട്ട് യൂസ് ചെയ്യുന്നു, ബട്ട് ഡിഫറെന്റ് വാല്യൂസ് ആണ് കൊടുത്തതാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അത് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. ഏത് ലാസ്റ്റ് നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത്, ലാസ്റ്റ് ഏത് വാല്യൂ അല്ലെങ്കിൽ ഏത് കീ ആണോ കൊടുത്തിട്ടുള്ളത് അതിന്റെ മാത്രമേ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേസസിന്റെ അകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ നമ്മൾ കീസ് കൊടുക്കാം. കീസ് എന്തായാലും സ്ട്രിങ് ആയിരിക്കുമല്ലോ. മീൻസ് എന്താ, ഒരു പെർട്ടിക്കുലർ നെയിം ആയിരിക്കും നമ്മൾ കീസ് ആയിട്ട് യൂസ് ചെയ്യുക. അതിന്റെ വാല്യൂസ് വേണം കോളൻ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പം കീസ് എപ്പോഴും എന്തായിരിക്കും? ഡബിൾ കോളന്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിന്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ കോട്ടിന്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്? കീ വാല്യൂസ് വരുന്നത്, മീൻസ് കീസ് വരുന്നത്. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? കോളൻ ടു നെക്സ്റ്റ് ഈ നെയിമിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ നെയിം എന്നുള്ളത് ഒരു കീ ആയിട്ട് കൊടുത്തു കോട്ടിന്റെ അകത്ത് അല്ലെ? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് രാജു ആണ്. രാജു എന്ന് പറയുന്നത് എന്താ? ശരിക്കും ഒരു നെയിം ആണ് അല്ലെ? സ്ട്രിങ് വാല്യൂ ആണ് അല്ലെ? സ്ട്രിങ് വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോട്ടിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇപ്പം ഏജ് നോക്കൂ. ഏജ് എന്ന് പറയുന്നത് ഒരു കീ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. 36 എന്തല്ല? സ്ട്രിങ് അല്ല, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ അതിനെന്ത് വേണ്ട? കോട്ട് വേണ്ട. ഓക്കെ, അപ്പം സ്ട്രിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ എന്ത് വേണം? ഒന്നുകിൽ സിംഗിൾ കോട്ട് വേണം, അല്ലെങ്കിൽ ഡബിൾ കോട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിക്ഷണറി നെയിം കൊടുത്താൽ റൺ ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ഡിക്ഷണറി വരുന്നത്. ഓക്കെ, ദെൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം വാല്യൂ ആരെടുക്കില്ല? ഡിക്ഷണറി ആക്സെപ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ വെജീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. അതിൽ എൻ്റെ വാല്യൂ കീസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, ഓനിയൻ ആൻഡ് ഓനിയൻ ഞാൻ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായി? എന്റെ കീസ് റിപ്പീറ്റ് ആയി. വാല്യൂസ് ഡിഫറെന്റ് ആണ്, പക്ഷെ കീസ് എന്തായി? ഇവിടെ റിപ്പീറ്റ് ആയി. ഞാൻ ഇത് റൺ ചെയ്തപ്പോൾ എന്താ വന്നേ? ഓൺലി 1 കീ ആൻഡ് വാല്യൂസ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നത് അല്ലെ? അത് ഏതായിരുന്നു? ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കീ ആൻഡ് വാല്യൂസ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡിക്ഷണറി ഒരിക്കലും എന്ത് ചെയ്യില്ല? സെയിം കീസ് ആക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ പറയാനുള്ളത് ലെങ്ത്. നമ്മൾ ഏതാ ലിസ്റ്റ്, സെറ്റ്, ടപ്പിൾസ് ഇതിലൊക്കെ ചെക്ക് ചെയ്ത് എങ്ങനെയാ ലെങ്ത്? ലെൻ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അല്ലെ? സെയിം അതേപോലെ തന്നെയാണ് എന്താ ഡിക്ഷണറിയിലും ലെങ്ത് ഫൈൻഡ് ചെയ്യേണ്ടത്. ലെൻ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. പ്രിന്റ് ലെൻ ഓഫ് വെജീസ് അടിച്ചാൽ അതിന്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ. 1 2 3 4 5 6 ആണെന്നൊന്നും വിചാരിക്കരുത് ഡിക്ഷണറിയുടെ ലെങ്ത്. ഇത് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആയിട്ട് കൂട്ടണം. മീൻസ് ഇത് കീ ആണ്, ഇത് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ്. സോ ഇത് ഒരു എലമെന്റ് ആയിട്ട് കൗണ്ട് ചെയ്യും.
ഓക്കെ. ദെൻ ബീട്രൂട്ട് അതിന്റെ വാല്യൂ. ഓക്കെ, ഇത് സെക്കൻഡ് എലമെന്റ്. ഓക്കെ, ദെൻ ആനിയൻ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഇത് തേർഡ് എലമെന്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കൗണ്ട്സ് ഉണ്ട്? 3 അല്ലെ? അപ്പൊ ലെൻ ഓഫ് വെജീസ് ചോദിച്ചാൽ 3 ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. ദെൻ വരുന്നത് കൺസ്ട്രക്ടർ ആണ്. അപ്പൊ ഡിക്ഷണറിയുടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഡിക്റ്റ് ആണ്. ഓക്കെ, ഡിക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിക്ഷണറി നമ്മൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു? ഓപ്പൺ ബ്രേസസിന്റെ അകത്താണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. കീ ആൻഡ് വാല്യൂ സെപ്പറേറ്റഡ് വിത്ത് കോളൻ ആണെന്ന് പറഞ്ഞു അല്ലെ? അതല്ലാണ്ട് നമുക്ക് ഈ അസൈൻമെന്റ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഡിക്റ്റ് എന്ന കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയായിരിക്കും ഡിക്റ്റ് എന്ന കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോഴ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. സോ കാൻഡിഡേറ്റ് ഈക്വൽ ടു എന്ത് കൺസ്ട്രക്ടർ ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്? ഡിക്റ്റ് എന്ന കൺസ്ട്രക്ടർ. ഓക്കെ, ദെൻ അതിനകത്ത് വേണം നമുക്ക് കീസ് ആൻഡ് വാല്യൂസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു രാധ. ഓക്കെ, ദെൻ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഡിക്ഷണറിയിൽ ചെയ്ത പോലെ ഈ നെയിമിന് നെയിം കോട്ടിന്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ഡിക്ഷണറിയിൽ ചെയ്യുമ്പോൾ മാത്രമേ കോട്ടിന്റെ അകത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, ദെൻ ഏജ് ഈക്വൽ ടു 45. ദെൻ ഏജ് ഈക്വൽ ടു 40. ഓക്കെ, ദെൻ grade equal to 8. Then address equal to സ്ട്രിങ് ആകുമ്പോൾ ഇങ്ങനെ കോട്ടിനകത്ത് കൊടുക്കാം. ദെൻ എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് കാൻഡിഡേറ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ എറർ വന്നിട്ടുള്ളത്? ഇതിവിടെ നമ്മൾ ഓൾറെഡി പാരന്തസിസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. റൺ ചെയ്തു കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്റ്റ് എന്ന കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ആക്സസ് എങ്ങനെയാ ഡിക്ഷണറിയിലെ ഐറ്റം ആക്സസ് ചെയ്യാം? ഇപ്പൊ നമ്മുടെ ഡിക്ഷണറിയുടെ നെയിം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ആണ്. സോ കാൻഡിഡേറ്റ് ഓഫ് ഏജ് ആണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? ഏജ് കൊടുക്കാം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ വരും. കണ്ടോ? ഏജ് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? 40. സോ 14 വന്നു. ഇപ്പൊ ഞാനിവിടെ ഈ എ ചേഞ്ച് ചെയ്തിട്ട് സ്മോൾ എ കൊടുത്തു. എറർ വന്നു. കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിക്ഷണറിയിലെ കീസ് കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിലെ കീസ് കൊടുത്തിട്ടുള്ളത് അത് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ എന്ന് നോക്കിയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ? ഓരോ പ്രോഗ്രാംസിലും യൂസ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യും. ദെൻ ഇത് ഒരു മെത്തേഡാണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു മെത്തേഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്ഷണറിയിൽ ഐറ്റം ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ? സോ ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഡിക്ഷണറി നെയിം ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ എഴുതാം. അതിന്റെ അകത്ത് ഏത് കീ ആണോ ആക്സസ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഓക്കെ, അപ്പോഴതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പൊ നമുക്ക് ഇതെല്ലാം വേണ്ടത് കേസ് നമുക്ക് ഗ്രേഡ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചു. കാൻഡിഡേറ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം? ഗ്രേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഗ്രേഡ് ആണ് ആക്സസ് ചെയ്തിട്ടുള്ളത്. അപ്പം 8 വന്നു. ഇനി അനദർ മെത്തേഡ് എന്താണ്? ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അല്ലേ? സോ കാൻഡിഡേറ്റ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് ഫംഗ്ഷൻ അകത്ത് വേണം എന്ത് കൊടുക്കാൻ? നമ്മൾ കീ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഗ്രേഡ്. ഓക്കെ, 8. കണ്ടോ?
അങ്ങനെ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ഷണറിയിലെ കീസ് ആൻഡ് വാല്യൂസ് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഗെറ്റ് കീ. നമുക്ക് കീസ് മാത്രമാണ് വേണ്ടതെന്ന് വിചാരിക്കാം. മീൻസ് ഇതാണ് നമ്മുടെ ഡിക്ഷണറി അല്ലെ. ഇതിലെ നെയിം, ഏജ്, ഗ്രേഡ്, അഡ്രസ് ഇതൊക്കെയാണ് ഇതിലെ കീസ് എന്ന് പറയുന്നത്. ഓക്കെ, കീസ് എന്ന് പറയുന്നത് നെയിം, ഏജ്, ഗ്രേഡ്, അഡ്രസ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് രാധ 14, 8 ആൻഡ് കേരള എന്ന് പറയുന്നതാണ് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ്. അപ്പൊ അതിന്റെ വാല്യൂസ് എന്ന് പറയും. മറ്റേതിന് എന്ത് പറയും, കീസ് എന്ന് പറയും. അപ്പൊ നമുക്ക് കീസ് മാത്രം പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ആണ് ഡോട്ട് കീസ് കീ ഫംഗ്ഷൻ. അതായത് നമ്മുടെ ഡിക്ഷണറി നെയിം ഡോട്ട് കീ ഫംഗ്ഷൻ കൊടുത്താൽ കീസ് മാത്രം പ്രിന്റ് ചെയ്ത് വരും. ഇത് കണ്ടോ, ഡിക്റ്റ് കീസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കീസ് ആയിരുന്നു നമ്മൾ കൊടുത്ത നെയിം, ഏജ്, ഗ്രേഡ്, അഡ്രസ് അതൊക്കെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി ഇതിന്റെ വാല്യൂസ് ആണ് കാണേണ്ടതെങ്കിലോ ജസ്റ്റ് ഇവിടെ കീസിന് പകരം വാല്യൂസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂസ് മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതായിരുന്നു നെയിമിന്റെ വാല്യൂ അല്ലെ, ഇതായിരുന്നു ഏജിന്റെ വാല്യൂ, ഇതായിരുന്നു ഗ്രേഡിന്റെ വാല്യൂ, ഇത് അഡ്രസ്സിന്റെ വാല്യൂ. സോ വാല്യൂസ് മാത്രം കിട്ടണമെങ്കിൽ ഡിക്ഷണറി നെയിം ഡോട്ട് വാല്യൂസ് ഫംഗ്ഷൻ കൊടുക്കുക. അല്ല കീസ് ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നെയിം ഡോട്ട് കീസ് ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കീസും വാല്യൂസും എന്താ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോഴ് നെക്സ്റ്റ് പറയാം. ഇപ്പൊ എന്താ ഗെറ്റ് കീസ് പറഞ്ഞു, ഗെറ്റ് വാല്യൂസ് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ഐറ്റംസ്. നമുക്ക് എന്താ കോളനൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഈക്വൽ ടു ഇല്ലാണ്ട് ഒരു സെറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഓരോ കീയും വാല്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, ഐറ്റം എന്ന് പറയുന്നത്. ഒരു മെത്തേഡാണ് ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ ഡിക്ഷണറി നെയിം ഡോട്ട് ഐറ്റം മെത്തേഡ് കൊടുത്താൽ എന്ത് പ്രിന്റ് ചെയ്യിച്ചു വരും, അതൊരു ഗ്രൂപ്പ് ആയിട്ട് വരും. സോ നെയിം അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു പാരന്തസിന്റെ അകത്ത് വരും. ദെൻ വരുന്നത് ഏജ്, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ വേറൊരു പാരന്തസിന്റെ അകത്തായിട്ട് വരും. അങ്ങനെ സെറ്റ് ആയിട്ട് കീസും വാല്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഐറ്റം മെത്തേഡ്. ഓക്കെ, ദെൻ വരുന്നത് ആഡിങ് ന്യൂ കീസ് ആൻഡ് വാല്യൂസ് ഇൻ ടു ദി ഡിക്ഷണറി. അതായത് നമ്മുടെ ഡിക്ഷണറിയിലേക്ക് ഒരു പുതിയ കീയും വാല്യൂവും എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും, യൂസിങ് ഇപ്പൊ നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താ, കാൻഡിഡേറ്റ്. ഓക്കെ, അപ്പം അതിൽ ഏത് വാല്യൂ ആണോ കൊടുക്കേണ്ടത് അത് എന്ത് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കിവിടെ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഗ്രേഡ് ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഇനി എന്താ വേണ്ടത്, ജസ്റ്റ് ലൊക്കേഷൻ കൊടുക്കാം. ഓക്കെ, ലൊക്കേഷൻ. ദെൻ അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഈക്വൽ ടു ഇട്ടിട്ട് കൊടുക്കാം. സ്ട്രിങ് ആണെങ്കിൽ കൊട്ടേഷനകത്ത്, സ്ട്രിങ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊട്ടേഷനിലാണ് കൊടുക്കാം. ജസ്റ്റ് ലൊക്കേഷൻ ഇന്ത്യ നോക്കാം. ഓക്കെ, ചേഞ്ച് ആയി, മീൻസ് ആഡ് ചെയ്ത് വന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. ഇത് കണ്ടോ, നമുക്ക് അഡ്രസ്സ് വരെ എന്തുണ്ടായിരുന്നുള്ളൂ, കീ ആൻഡ് വാല്യൂസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡിക്ഷണറിയിൽ. ഇപ്പൊ എന്ത് ചെയ്തു, നമ്മള് പുതുതായിട്ട് ഒരു ലൊക്കേഷനും അതിന്റെ വാല്യൂയും കൊടുത്തു അല്ലെ. ഇതാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ന്യൂ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ചേഞ്ച് വാല്യൂ, ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചേഞ്ച് വാല്യൂസിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് എന്താ ലൊക്കേഷൻ ഇന്ത്യ വേണ്ട, വേറെ എന്തെങ്കിലും വാല്യൂസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കുക. കാൻഡിഡേറ്റ് ഓഫ് എന്താണ്, ഏത് കീസിന്റെ വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ കീ ഇവിടെ മെൻഷൻ ചെയ്യുക സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, ഈക്വൽ ടു വാല്യൂ എന്താണ് നമ്മൾ പുതുതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. ഓക്കെ, വേണ്ടോ, ലൊക്കേഷൻ എന്നുള്ളത് ലണ്ടൻ ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്നു, ഇന്ത്യ എന്നുള്ളത് മാറിയിട്ട് ലണ്ടൻ ചേഞ്ച് ചെയ്ത് വന്നു. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ വരുന്നത് അപ്ഡേറ്റ്.
എങ്ങനെയാ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ദ അപ്ഡേറ്റ് മെത്തേഡ് വിൽ അപ്ഡേറ്റ് ദി ഡിക്ഷണറി വിത്ത് ഐറ്റം ഫ്രം ദി ഗിവൺ ആർഗ്യുമെന്റ്. അപ്പൊ എന്താണ് ഈ ചേഞ്ച് ചെയ്യുന്നതും അപ്ഡേഷനും സെയിം അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലെ? അതായത് ഒരു കീയുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് എന്ത് അപ്ഡേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ചേഞ്ച് വാല്യൂ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സിംഗിൾ കീയുടെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് നമുക്ക് അപ്ഡേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തും കൂടി ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കീസിന്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കാൻഡിഡേറ്റ് ഈക്വൽ ടു അപ്ഡേറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഡിക്ഷണറി എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ അപ്ഡേറ്റിൽ എന്ത് ചെയ്യാം? വാല്യൂ ചേഞ്ച് ചെയ്യാം, ന്യൂ കീ ആൻഡ് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മീൻസ് ഇൻസേർഷനും അപ്ഡേഷനും മോഡിഫിക്കേഷനും ചെയ്യാൻ പറ്റും. ഇപ്പം ഓക്കെ, ഗ്രേഡ് എന്നുള്ളത് ഞാൻ 9 ആക്കി ചേഞ്ച് ചെയ്യണം. സോ ഗ്രേഡ് 9. ഓക്കെ, ദെൻ ഇതിനെന്ത് ചെയ്യുക? കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ ഒരു ന്യൂ കീ ആൻഡ് വാല്യൂ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഡോർ നമ്പർ കൊടുക്കാം. ഡോർ നമ്പർ 301. ഓക്കെ, ദെൻ ഓപ്പൺ ബ്രേസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. Update name update is not defined. Spelling mistake ഉണ്ടോ? സോറി, ഇവിടെ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? ഡോട്ടാണ് വേണ്ടത് അല്ലെ? കാൻഡിഡേറ്റ് ഡോട്ട് അപ്ഡേറ്റ്, അങ്ങനെയല്ലേ നമ്മൾ ലിസ്റ്റിലൊക്കെ ഇൻസേർഷനും അപ്ഡേഷനും ഡിലീഷനും ഒക്കെ ചെയ്യുന്നത്? അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഡോട്ട് അപ്ഡേറ്റ് ഓഫ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. റൺ ചെയ്യാം. ഇത് കണ്ടോ, ഗ്രേഡ് എന്നുള്ളത് 9 ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്നു ആൻഡ് പുതിയൊരു കീസും അതിന്റെ വാല്യൂസും വന്നു. അപ്പൊ നമുക്ക് അപ്ഡേഷനെ കൊണ്ടുള്ള യൂസ് എന്താണ്? ഒന്നിൽ കൂടുതൽ കീസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെയോ ന്യൂ വാല്യൂ കീ ആൻഡ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കീസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്താ ആഡിങ് ഫംഗ്ഷനെ അപേക്ഷിച്ചിട്ട് അപ്ഡേറ്റ് ഫംഗ്ഷന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പറയുന്നത് ചെക്ക് ഇഫ് കീ എക്സിസ്റ്റ്. അത് നമ്മൾ ബാക്കി എല്ലാത്തിലും കണ്ടത്, ലിസ്റ്റിലും ടപ്പിൾസിലും ഒക്കെ ചെക്ക് ചെയ്തതുപോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്താണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നെയിം ആണോ, ഇപ്പോൾ ഇതിലാണെങ്കിൽ നെയിം ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നെയിം കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് യെസ് നെയിം എക്സിസ്റ്റ് എന്ന് വരണം. ഓക്കെ, ഉണ്ടല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഇല്ലാത്തൊരു കീ കൊടുക്കുകയാണെങ്കിലോ? ഇല്ലാത്തൊരു കീ എന്താ കൊടുക്കുക? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അല്ലെ? DOB. ഓക്കെ, ഒന്നും വന്നില്ല അല്ലെ? DOB എന്ന കീ എന്തിലില്ല? നമ്മുടെ കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പ്രിന്റ് ചെയ്ത് വരാത്തത്. ഇൻ കേസ് നമ്മളിവിടെ എൽസ് പാർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇത് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ കാണിച്ചത് കൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്. ദെൻ വരുന്നത് റിമൂവിങ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് എന്താ ഈ ഡിക്ഷണറിയിലെ ഐറ്റംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോപ്പ് മെത്തേഡ് ആൻഡ് അനദർ വൺ പോപ്പ് ഐറ്റം മെത്തേഡ്. അപ്പൊ ഇത് രണ്ടെണ്ണം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പോപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറിയിൽ ചെയ്തു നോക്കാം. ഓക്കെ, പോപ്പ് ഫംഗ്ഷൻ. ഓക്കെ, കാൻഡിഡേറ്റ് ഡോട്ട് പോപ്പ് ഫംഗ്ഷൻ. ഇനി പോപ്പില് എന്താണ് നമുക്ക് പോപ്പ് ചെയ്ത് പോകേണ്ടത്? ആ കീ കൊടുക്കാം.
ഓക്കെ, ഇപ്പൊ നമുക്ക് ലൊക്കേഷൻ ആണ് പോകേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ലൊക്കേഷൻ സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കാൻഡിഡേറ്റ് ഡോട്ട് പോപ്പ് ഓഫ് ലൊക്കേഷൻ. ഇനി നമുക്ക് ലൊക്കേഷൻ പോയോ നോക്കാം. ഇത് കണ്ടോ, ലൊക്കേഷൻ എന്തായി, ഇവിടുന്ന് പോപ്പ് ചെയ്ത് പോയി. ഓക്കെ, അപ്പം ഡിക്ഷണറിയിലെ ഐറ്റം റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോപ്പ്. ദെൻ പോപ്പ് ഐറ്റം. എന്തിനായിരിക്കും പോപ്പ് ഐറ്റം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഇവിടെ നോക്ക്, കാൻഡിഡേറ്റ് ഡോട്ട് പോപ്പ് പോപ്പ് ഐറ്റം. ഓക്കെ, കാൻഡിഡേറ്റ് ഡോട്ട് പോപ്പ് ഐറ്റം കൊടുക്കുകയാണ്. അപ്പൊ പോപ്പ് ഐറ്റം മെത്തേഡിനകത്ത് ഞാനൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണ്, പോപ്പ് ഐറ്റം എന്ന് പറയുന്നത് റാൻഡം ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ഐറ്റം ആണ് ഈ ഡിക്ഷണറിയിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നതെന്ന്. സോ നമ്മൾ എന്ത് കൊടുക്കാറില്ല, ഇതിൻ്റെ അകത്ത് വാല്യൂസ് കൊടുക്കാറില്ല. ജസ്റ്റ് ഒന്ന് വാല്യൂസ് കൊടുത്തു നോക്കാം. നെയിം കോഡ് കണ്ടോ, സിൻടാക്സ് എറർ വരും. ടേക്സ് നോ ആർഗ്യുമെന്റ്സ്, അതായത് പോപ്പ് ഐറ്റം എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യാറില്ല, ആർഗ്യുമെന്റ്സ് എടുക്കാറില്ല. ഓക്കെ, അപ്പൊ ആർഗ്യുമെന്റ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതിൽ ഏത് ഐറ്റം ആണ്, ഈ ഡിക്ഷണറിയിൽ ഏത് ഐറ്റം ആണ് പോപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. റൺ ചെയ്താൽ മാത്രമേ നമുക്ക് കാണുള്ളൂ ഏത് ഐറ്റം ആണ് റിമൂവ് ചെയ്ത് പോയതെന്ന്. ഓക്കെ, ജസ്റ്റ് റൺ ചെയ്യാം. ഇത് കണ്ടോ, ഡോർ നമ്പർ ആണ് ഇവിടെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ വീണ്ടും സെയിം മെത്തേഡ് എന്ത് ചെയ്യാണ്, റൺ ചെയ്യണം. ഇവിടെ കണ്ടോ, സെക്കൻഡ് ടൈം എന്ത് പോയി, ഗ്രേഡ് പോയി. അപ്പൊ ഇത് എന്താണ്, ഒരു റാൻഡം മെത്തേഡിലാണ് എന്ത് ചെയ്യുന്നത്, പോപ്പ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്ന ടൈമില് എന്ത് ചെയ്യും, ഈ പോപ്പ് ചെയ്യുന്ന വാല്യൂസും അല്ലെങ്കിൽ ഐറ്റംസ് ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ, ഇനി പറയാനുള്ളത് ഡെല്ലാണ്, ഡിലീറ്റ് മെത്തേഡ് അല്ലെ. നമ്മൾ ലിസ്റ്റിലും ടപ്പിൾസിലും ഒക്കെ ഡിലീറ്റ് മെത്തേഡ് യൂസ് ചെയ്തത് മൊത്തമായിട്ട് നമുക്ക് ലിസ്റ്റും ടപ്പിൾസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനായിരുന്നു അല്ലെ. പക്ഷെ ഡിക്ഷണറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐറ്റംസ് ഡിലീറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡെല്ല് എന്നുള്ള മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡെല്ല് സ്പേസ് നമ്മുടെ ഇതെന്തായിരുന്നു, ഡിക്ഷണറി നെയിം കാൻഡിഡേറ്റ്. ഓക്കെ, കാൻഡിഡേറ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏത് ഐറ്റം ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ അഡ്രസ് ആണെങ്കിൽ അഡ്രസ്. ഓക്കെ, ദെൻ റൺ ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല. കൂടി നോക്കാം. ഡെൽ കാൻഡിഡേറ്റ് ഓഫ് നെയിം കൊടുക്കാം. Then candidate. ഓക്കെ, ഇത് കണ്ടോ, നമുക്ക് എന്തായിട്ട് പോയി, നെയിം എന്ന ഐറ്റവും ഡിലീറ്റ് ആയിട്ട് പോയി അല്ലേ. നെയിം എന്ന കീയും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂവും എന്തായിട്ട് പോയി, ഡിലീറ്റ് ആയിട്ട് പോയി. ഇനി നമുക്ക് ഈ കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറി മൊത്തമായിട്ട് കളയണമെന്നുണ്ടെങ്കിലോ, ഡെൽ സ്പേസ് ജസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഡിക്ഷണറി നെയിം റൺ ചെയ്യാം. അപ്പോൾ കാൻഡിഡേറ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, എന്താ എറർ കാണിക്കുന്നത്, നെയിം കാൻഡിഡേറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, അതായത് അത് എന്തായിട്ട് പോയി, ഡിലീറ്റ് ആയിട്ട് പോയി. ഓക്കെ, ദെൻ ക്ലിയർ മെത്തേഡ്. ക്ലിയർ മെത്തേഡിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കിയ ഡിക്ഷണറി ഒരിക്കൽ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ലാഗ് ആവണ്ട വിചാരിച്ചിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് ക്ലിയർ മെത്തേഡ്.
ഓക്കെ, കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറി ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്ലിയർ മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്യാറ്? ലിസ്റ്റിലായാലും ടപ്പിളിലായാലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ടപ്പിളിൽ നിന്നും അതിലെ എലമെന്റ്സ് ഒക്കെ റിമൂവ് ആയിട്ട് പോകാൻ വേണ്ടി അല്ലേ? സെയിം ഫംഗ്ഷൻ തന്നെയാണ് ക്ലിയർ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ, കാൻഡിഡേറ്റ് ഡോട്ട് ലിസ്റ്റ് ക്ലിയർ ഫംഗ്ഷൻ കൊടുക്കുക. ഇപ്പൊ എന്തായിട്ട് പോവും? ഈ കാൻഡിഡേറ്റ് എന്ന ഡിക്ഷണറിയിലെ ഈ മൊത്തം ഐറ്റംസും ക്ലിയർ ആയിട്ട് എം ടി ഡിക്ഷണറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് കാൻഡിഡേറ്റ് പ്രിന്റ് ചെയ്യിക്കാം. ഈ ക്ലിയർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഈ മൊത്തം ഐറ്റംസും ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്തിട്ട് നമ്മളിവിടെ പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തതുകൊണ്ട് ക്ലിയർ ചെയ്തിട്ടുള്ള ഡിക്ഷണറി നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇത് കണ്ടോ? ഈ ഡിക്ഷണറിക്കകത്ത് ഇപ്പോൾ ഒരു എലമെന്റ്സും ഇല്ല. അതൊക്കെ എന്തായിട്ട് പോയി? ക്ലിയർ ആയിട്ട് പോയി. ഓക്കെ, ദെൻ വരുന്നത് ലൂപ്പാണ്. എങ്ങനെയാണ് ലൂപ്പ് ഡിക്ഷണറിയിൽ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ നോക്കാം. നമ്മളൊരു ദിസ് ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന്റെ കീസ് കൊടുത്തു, കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുത്തു. ഇനി ലൂപ്പ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? നമ്മൾ എങ്ങനെയാ ലൂപ്പ് സാധാരണ കൊടുക്കാറ്? ഫോറിൽ അല്ലെ? ഫോർ എക്സ് ഇൻ ദിസ് ഡിക്റ്റ്, അതായത് എക്സ് എന്ന് പറയുന്നത് ഇതിലെ എലമെന്റ്സിനെയാണ്. ഓക്കെ, ദെൻ പ്രിന്റ് എക്സ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിലെ കീസ് ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് തരിക. പ്രിന്റ് എക്സ് എന്ന് കൊടുത്താൽ എന്ത് മാത്രമേ പ്രിന്റ് ചെയ്ത് തരുള്ളൂ? കീസ് മാത്രം. ഇനി നമുക്ക് ഈ കീസ് അല്ല വേണ്ടത്, വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്ത് വരണ്ടെങ്കിലോ എന്ത് കൊടുക്കണം? ഇവിടെ ഡിക്ഷണറി നെയിമും കൂടി കൊടുക്കാം. ദിസ് ഡിക്റ്റ് ഓഫ് എക്സ്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂസ് കിട്ടും. പ്രിന്റ് ദിസ് ഡിക്റ്റ് ഓഫ് എക്സ്. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. പിന്നെയും ദിസ് ഡിക്റ്റ് അങ്ങനെ തന്നെയല്ലേ പേര്? ദിസ് ഡിക്റ്റ്. ഓക്കെ, നമുക്ക് എന്ത് വാല്യൂസ് മാത്രം എന്ത് ചെയ്തു വന്നു? പ്രിന്റ് ചെയ്ത് വന്നു. അതിന് വേണ്ടിയിട്ട് പ്രിന്റിൽ എന്തും കൂടി കൊടുക്കണം? ഡിക്ഷണറിയുടെ നെയിമും കൂടി കൊടുക്കണം. ഡിക്ഷണറിയുടെ നെയിം കൊടുക്കാണ്ട് സിംപ്ലി എക്സ് മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? കീസ് വരും. ഓക്കെ, ഇത് കണ്ടോ? ബ്രാൻഡ്, മോഡൽ, ഇയർ എന്ന് പറയുന്നത് നമ്മുടെ കീസ് ആണ്. ഈ ഡിക്ഷണറിയിലെ കീസ് ആണ്. അത് പ്രിന്റ് ചെയ്ത് വന്നു. ഇതാ ഇവിടെ ഉണ്ട്. വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിക്ഷണറിയുടെ നെയിമും ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ എക്സും കൂടി കൊടുത്താൽ എന്ത് വരും? വാല്യൂസ് വരും. ഇവിടെ എക്സ് തന്നെ വേണമെന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് തന്നെ ഇവിടെയും പ്രിന്റ് ചെയ്യിക്കാൻ കൊടുക്കണം എന്ന് മാത്രം. ഓക്കെ, പിന്നെ പ്രിന്റ് ചെയ്യിക്കാൻ ഇങ്ങനെ അല്ലാണ്ട് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കീസ് ആണ് വേണ്ടതെങ്കിൽ ഡോട്ട് കീസ് എന്ന് കൊടുക്കാം. അപ്പൊ കീസ് പ്രിന്റ് ചെയ്ത് തരും. ഇൻ കേസ് വാല്യൂസ് ആണ് വേണ്ടതെങ്കിൽ വാല്യൂസ് കൊടുക്കാം. ഇങ്ങനെയും ചെയ്യാം. അതായത് ഇതിന് ഈ സംഭവത്തിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ തന്നെ ഈ ഫോർ ലൂപ്പിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്യാം? വാല്യൂസ് ആണോ വേണ്ടത് അത് മെൻഷൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കീസ് ആണോ വേണ്ടത് അത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. ദെൻ വരുന്നത് ലൂപ്പ് ത്രൂ ബോത്ത് കീസ് ആൻഡ് വാല്യൂസ് ബൈ യൂസിങ് ഐറ്റം മെത്തേഡ്. അപ്പൊ നമുക്ക് രണ്ടും വേണം. നമുക്കിപ്പോ കീസും ഒന്നെങ്കിൽ കീസ് മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ വാല്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ കീസിന്റെ അല്ലെങ്കിൽ വാല്യൂസിന്റെ സ്ഥാനത്ത് പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? ഐറ്റംസ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുത്താൽ മതി. ദെൻ പ്രിന്റ് ചെയ്യിക്കുമ്പോഴേ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ? ഒന്ന് കീസും ഒന്ന് വാല്യൂസും. സോ രണ്ട് വേരിയബിൾസ് കൊടുക്കാം ഇവിടെ. ഫോർ എക്സ് വൈ ഇൻ കാൻഡിഡേറ്റ് ഡോട്ട് ഐറ്റംസ് അല്ലെ? മൊത്തമായിട്ട് കീസിനെയും വാല്യൂസിനെയാണ് നമ്മൾ ഐറ്റം എന്ന് പറയുന്നത്. സോ ഡോട്ട് ഐറ്റം, ദെൻ എന്ത് പ്രിന്റ് ചെയ്യിക്കണം? എക്സും വൈയും വേണം, അതായത് കീയും വാല്യൂ. അപ്പൊ എന്ത് വരും? രണ്ടും പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ,
ഇത് നമുക്ക് ഡിലീറ്റ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ, ക്ലിയർ ചെയ്ത് കളഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഓക്കെ, നമുക്ക് ദിസ് ഡിക്റ്റ് കൊടുത്താൽ വരും. കണ്ടോ, നമുക്ക് കേസും കിട്ടി, വാല്യൂസും കിട്ടി. ദെൻ വരുന്നത് കോപ്പി ഫംഗ്ഷൻ ആണ്, കോപ്പി മെത്തേഡ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും കോപ്പി മെത്തേഡ് യൂസ് ചെയ്യുക? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡിക്ഷണറിയിലെ സെയിം ഐറ്റംസ് നമുക്ക് വേറൊരു ഡിക്ഷണറിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, പുതുതായിട്ട് ഞാൻ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, ന്യൂ ഡിക്റ്റ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അതിലെ ഐറ്റംസ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടത് കാൻഡിഡേറ്റ് എന്ന ഇപ്പോൾ ഇത് എക്സിസ്റ്റ് അല്ല, സോ നമുക്ക് ദിസ് ഡിക്റ്റ് എന്ന ഡിക്ഷണറി എടുക്കാം. അത് എക്സിസ്റ്റ് ആയിട്ടുള്ള ഡിക്ഷണറി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ഞാൻ എന്ത് ചെയ്തു, ന്യൂ ഡിക്റ്റ് എന്ന ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. അതില് ഐറ്റംസ് ആയിട്ട് വേണ്ടത് ദിസ് ഡിക്റ്റ് എന്ന ഡിക്ഷണറിയിലെ ഐറ്റംസ് ആണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ന്യൂ ഡിക്റ്റ് ഈക്വൽ ടു ദിസ് ഡിക്റ്റ് ഡോട്ട് കോപ്പി മെത്തേഡ് കൊടുക്കാം. അതായത് ദിസ് ഡിക്റ്റിലെ ഐറ്റംസ് കോപ്പി ചെയ്തിട്ട് എവിടെ അസൈൻ ചെയ്യണം, ന്യൂ ഡിക്റ്റിൽ അസൈൻ ചെയ്യണം. ഇനി രണ്ടും പ്രിന്റ് ചെയ്ത് നോക്കിയാൽ സെയിം കീസ് ആൻഡ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് കോപ്പി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. എന്താണ്, പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഡിക്റ്റ് ഓഫ് ദിസ് ഡിക്റ്റ് കൊടുത്താലും സെയിം സംഭവം വരും. കണ്ടോ, ദിസ് ഡിക്റ്റിലെ സംഭവം തന്നെ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്കൊന്നെങ്കിൽ കോപ്പി മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിക്റ്റ് എന്ന കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് നെസ്റ്റിംഗ് മെത്തേഡാണ്. നെസ്റ്റഡ് ഡിക്ഷണറി ആണ് പിന്നെ വരുന്നത്. അതെങ്ങനെ, അതായത് ഒരു ഡിക്ഷണറിയുടെ അകത്ത് വേറൊരു ഡിക്ഷണറി വരുന്നതാണ് എന്താ, നെസ്റ്റഡ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, മൈ ഫാമിലി. ഓക്കെ, ഈക്വൽ ടു അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, വേറൊരു ഡിക്ഷണറി കൊടുക്കുകയാണ്, ചൈൽഡ് 1 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ കോളനിട്ടിട്ട് അതിൻ്റെ അകത്ത് നെയിം, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ, ഇയർ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുകയാണ്. ദെൻ ക്ലോസ് ചെയ്തു, കോമ ഇട്ടിട്ട് വേറൊരു ഡിക്ഷണറി എന്താ, ചൈൽഡ് 2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കോളൻ ഇട്ടു. ഇത് സെയിം, ഇതിവിടെ ഇത് ഈ ഡിക്ഷണറിയുടെ അകത്ത് വരുന്ന കീസ് ആയിട്ട് കരുതിയാൽ മതി. ഏതൊക്കെ, ചൈൽഡ് 1ഉം ചൈൽഡ് 2 ആൻഡ് ചൈൽഡ് 3. ഈ കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നത് വാല്യൂസ് ആയിട്ട് കൂട്ടിയാൽ മതി. അതായത് നെയിം, ഇയർ എന്നൊക്കെ പറയുന്നത് ഈ ചൈൽഡ് 1ന്റെ വാല്യൂസ് ആയിട്ട് കൂട്ടിയാൽ മതിയാവും. അപ്പൊ നെയിം എന്നുള്ളത് അതിനും കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുക, ഇയറിന് അതിനും കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുക. അപ്പൊ എന്തായി, ഒരു ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് കോമ ഇട്ടിട്ട് വീണ്ടും ഒരു കീയും അതിന്റെ വാല്യൂസ് കോളൻ ഇട്ടിട്ട് കൊടുക്കുന്ന പോലെ. ഓക്കെ, ഇങ്ങനെയാണ് നെസ്റ്റഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ മെയിൻ ഡിക്ഷണറി കോൾ ചെയ്താൽ അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരാം. ഓക്കെ, അതായത് ചൈൽഡ് 1, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പറയുന്നത് നെയിം, നെയിമിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പറയുന്നത് സത്യം, ശ്യാം, അതിന്റെ നെക്സ്റ്റ് കീ എന്ന് പറയുന്നത് ഇയർ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ പറയുന്നത് 2004. ദെൻ വരുന്നത് ചൈൽഡ് 2 എന്ന കീ, അതിന്റെ വാല്യൂ ആയിട്ട് വരുന്നത് നെയിം, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ട്. അതായത് ഇതൊരു ഡിക്ഷണറി, ഇത് അതിൻ്റെ അകത്ത് വരുന്ന ഡിക്ഷണറി. ഓക്കെ, ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതായത് ചൈൽഡ് 1 എന്ന ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, ചൈൽഡ് 2 എന്ന ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, ചൈൽഡ് 3 എന്ന ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് പുതുതായിട്ടൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എന്താണ്, വാല്യൂ ആയിട്ട് കൊടുക്കുക. അതായത് ഈ ചൈൽഡ് 1 എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കീയുടെ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. ചൈൽഡ് 2 എന്ന് പറയുന്നത് ചൈൽഡ് 2ന്റെ
ടു എന്ന് പറയുന്ന കീയുടെ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. ചൈൽഡ് 3 എന്ന് പറയുന്നത് ചൈൽഡ് 3 എന്ന കീയുടെ വാല്യൂസ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഈ വാല്യൂസ് വരുന്നത് ഇതിൽ നിന്നായിരിക്കും, അത് ഈ ഡിക്ഷണറിയിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതും എന്തായി, നെസ്റ്റഡ് ഡിക്ഷണറി ആയിട്ട് ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് നെസ്റ്റഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ദെൻ വരുന്നത് എങ്ങനെ നെസ്റ്റഡ് ഡിക്ഷണറി ആക്സസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമ്മുടെ മെയിൻ ഡിക്ഷണറി എന്തായിരുന്നു, മൈ ഫാമിലി. സോ പ്രിന്റ് മൈ ഫാമിലി ഓഫ്, ഇതെന്തായിരുന്നു, മൈ ഫാമിലിയിലെ കീ ആയിരുന്നു അല്ലെ. ചൈൽഡ് 2 എന്ന് പറയുന്നത് ഒരു കീ ആണ്. അതായത് മൈ ഫാമിലിയിലെ ഫാമിലിന്റെ അകത്ത് വരുന്ന ഒരു ഡിക്ഷണറി ആണ് എന്ത്, ചൈൽഡ് 2 എന്ന് പറയുന്നത്. അതിലെ ഏത് വാല്യൂ ആണ്, ഇല്ലെങ്കിൽ ഏത് കീ ആണോ ആക്സസ് ചെയ്യേണ്ടത് അത് നെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നെസ്റ്റഡ് ഡിക്ഷണറിയിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അതായത് പ്രിന്റ് കൊടുക്കാം, പ്രിന്റ് ചെയ്ച്ച് വരാൻ വേണ്ടി പ്രിന്റ്. ഓക്കെ, നമ്മുടെ മെയിൻ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താ, മൈ ഫാമിലി. ഓക്കെ, ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. അതിനകത്ത് ഫസ്റ്റ് വാല്യൂ ആയിട്ട് വരേണ്ടത് ഈ മൈ ഫാമിലിയിലെ ഏത് സബ് ഡിക്ഷണറി എന്നാണ് നമുക്ക് കീ കീ ആക്സസ് ചെയ്യേണ്ടത്. ഇതിന്റെ സബ് ഡിക്ഷണറി എന്ന് പറയുന്നത് എന്തൊക്കെയാ, ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3. അപ്പൊ ആദ്യം അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എനിക്ക് നിള എന്നാണ് വേണ്ടെങ്കിൽ സബ് ഡിക്ഷണറി വരുന്നത് എന്താ, ചൈൽഡ് 3. അപ്പൊ ഇവിടെ ആദ്യം അത് കൊടുക്കാം, ചൈൽഡ് 3. ഓക്കെ, ദെൻ ഈ ചൈൽഡ് 3യിലെ ഏത് വാല്യൂസ് ആണ്, ഇല്ലെങ്കിൽ ഏത് കീ ആണ് നമുക്ക് വേണ്ടത്, അതായിരിക്കണം നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്. നീള എന്നാണ് നമുക്ക് വേണ്ടത് അല്ലെ. സോ എന്ത് കൊടുക്കണം, നെയിം എന്ന കീ വേണം കൊടുക്കാൻ. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടില്ല. കണ്ടോ, എന്ത് കിട്ടി നമുക്ക്, നീള എന്ന് കിട്ടി. ഇങ്ങനെയാണ് നെസ്റ്റഡ് ഡിക്ഷണറിയിൽ നിന്നും വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിക്ഷണറിയിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത്. മീൻസ് ലിസ്റ്റിലും ടപ്പിൾസിലും ഒക്കെ ഉള്ളത് തന്നെയാണ് ഡിക്ഷണറിക്ക് അകത്തും വരുന്നത്. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടീസ് തോന്നുന്നത് നെസ്റ്റഡ് ഡിക്ഷണറിയിലും പിന്നെന്താ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അല്ലേ, ഇവിടെ കോൾ ചെയ്യുന്നതൊക്കെ. അത് രണ്ട് കീസും വാല്യൂസും എന്നുള്ള രണ്ട് എലമെന്റ്സ് വരുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഡിക്ഷണറി ഓക്കെയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയാൽ മാത്രമേ ഡിക്ഷണറി കുറച്ച് ഫെമിലിയർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഡിക്ഷണറി പാർട്ടും കൂടി കംപ്ലീറ്റ് ആയി അല്ലേ. ഇനി നമുക്ക് എടുക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്, പൈത്തൺ ഫങ്ഷൻസ്. അതായത് പൈത്തൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനും ഉണ്ട്, പിന്നെന്താ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി പൈത്തണിൽ ഉണ്ടാക്കി വെച്ച ഫങ്ഷൻസ് ആണ്. അത് കോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് അതൊക്കെ വരും. പിന്നെ പറയുന്നത് എന്താ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അതായത് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർ എന്താണ് അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുക. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ചെയ്തതൊക്കെയും കൂടുതൽ പ്രോബ്ലംസ് എടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്നെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പൈത്തൺ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ബൈ.